ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷെയ്ഡ്സ് ഓഫ് സ്പൈസസ്. ഇന്നൊരു ബിരിയാണി റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത് ബട്ടർ ചിക്കൻ ബിരിയാണി. ബട്ടർ ചിക്കൻ ഇഷ്ടമുള്ളത് ആളുകളല്ലേ, അപ്പോൾ ബിരിയാണിയും അതിലേറെയും ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഒരു നാരങ്ങ, ചെറുനാരങ്ങയുടെ നീര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കുരു കളഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 3/4 ടീസ്പൂൺ ടേമറിക് പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, പിന്നെ 3 ടേബിൾ സ്പൂൺ, നല്ല ഹീപ്പായിട്ട് തന്നെയാണ് എടുത്തത്, 3 ടേബിൾ സ്പൂൺ കേടും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞില്ല, ഇനിയും ഉണ്ട് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് മെത്തി ലീവ്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. പക്ഷെ അത് ഇടുമ്പോൾ നല്ല മണമാണ് കേട്ടോ. നമ്മളെ ബിരിയാണിക്ക് നല്ലൊരു മണം കിട്ടും. അപ്പോൾ 2 ടീസ്പൂൺ നല്ലോണം ഹീപ്പായിട്ടാണ് എല്ലാം എടുത്തിട്ടുള്ളത്. അപ്പോൾ മെത്തി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ക്യുമിൻ പൗഡറും അതുകൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് അതിനുശേഷം നിങ്ങൾക്ക് ഇത് എണ്ണയിൽ പൊരിച്ചെടുക്കാം. ഡീപ് ഫ്രൈ ചെയ്തെടുക്കൊന്നും വേണ്ട. കുറച്ച് വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ട് ഒന്ന് അപ്പുറം ഇപ്പുറം മറിച്ചിട്ട് കുക്കാവുന്നവരെ എടുത്തെടുക്കുക. അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എയർ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എയർ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 180 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് എയർ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി അതിൻ്റെ മസാല ഉണ്ടാക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 3 നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കുക. പഴുത്ത തക്കാളി തന്നെ വേണം, അല്ലെങ്കിൽ ചെറിയൊരു പുളിപ്പുണ്ടാവും. അപ്പോൾ നല്ല പഴുത്ത് നോക്കി എടുക്കുക. വലുതാണെങ്കിൽ 2 മതി. അപ്പോൾ എൻ്റെ എല്ലാം കുറച്ച് മീഡിയം സൈസ് ആയതുകൊണ്ട് 2 മീഡിയം സൈസും ഒരു കുഞ്ഞും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നടുവ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ ഈ മിക്സർ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു സവാള വലുതാണെങ്കിൽ 1 മതി, ചെറുതാണെങ്കിൽ 2. ഓക്കെ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള നിങ്ങളൊന്ന് നെയ്യിലോ അല്ലെങ്കിൽ ഓയിലോ ഇങ്ങനെ പൊരിച്ചെടുക്കണം. നമ്മൾ ബിരിയാണിക്ക് മേലെ ഇടുന്ന പോലെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതും ഞാൻ എയർ ഫ്രൈറിലാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അത് മാറ്റി വെക്കാം. ഇനി ഒരു വലിയ കടായിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചൂടായി വരുന്ന സമയത്ത് 3 ഗ്രീൻ ചില്ലി, 4 കറാമ്പൂ, പിന്നെ ജാതിപത്രി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മതിയാവും. പിന്നെ ഒരു വലിയ കഷ്ണം പട്ട ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 4-5 ഏലക്ക, പിന്നെ ബേ ലീഫ് ഞാനിവിടെ 3 എടുത്തിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുക്കുക. കട്ടയായിട്ട് ആഡ് ചെയ്ത് കൊടുത്താണ് കേട്ടോ, വലുതായതുകൊണ്ട്. ഇനി ഇതൊരു 30 സെക്കൻഡ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ക്യുമിൻ സീഡ്സും ഫെനൽ സീഡ്സും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകും ഇട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഒണിയൻ ഞാനിവിടെ ചെറുതായി ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒണിയൻ നല്ലോണം ഒന്ന് കുക്കായി കിട്ടട്ടെ. ഒന്ന് ചുരുങ്ങി വന്ന് ഒരു ട്രാൻസ്പെറൻറ്റ് രീതിയിൽ വരുന്നവരെ നമുക്ക് ഈ ഒണിയൻ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചിക്കൻ്റെ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരുമിച്ച് വെക്കുന്നുണ്ടെങ്കിൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ചിക്കൻ ഇവിടെ ബീപ്പ് സൗണ്ട് വന്ന് എന്നിട്ട് തിരിച്ചിട്ടിട്ട് ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ചിക്കനും ഒരു 12 മിനിറ്റ് കൂടെ ആകുമ്പോൾ ചിക്കനും റെഡിയാവും. അപ്പോൾ ഒണിയനും ഏകദേശം റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച് തക്കാളിയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കും. ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അരക്കുമ്പോൾ. അപ്പോൾ ആ പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റണം. ഈ തക്കാളീൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയി കിട്ടുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ക്യുമിൻ പൗഡറും 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ 1/4 ടീസ്പൂൺ ടേമറിക് പൗഡറും, പിന്നെ 1/4 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറും, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയി കിട്ടുന്നവരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കുറച്ചൊന്ന് വെള്ളം വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച് ഒണിയൻ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിത് എയർ ഫ്രൈയിൽ ചെയ്തതാണ്. നിങ്ങളിത് എണ്ണയിലോ ഇട്ടോ എങ്ങനെ വെച്ചാൽ പൊരിച്ചെടുക്കുക. എന്നിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി നല്ലോണം ഒന്ന് കുക്കായി വരട്ടെ. അതിനിടയിൽ നമുക്ക് ചിക്കൻ ഒന്നും കൂടി ഞാൻ എയർ ഫ്രൈറിലാണല്ലോ ചെയ്തത്. അപ്പോൾ അത് കുറച്ച് ഡ്രൈ ആയിരിക്കുന്നതുകൊണ്ട് ഞാൻ ഒന്ന് എണ്ണയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. ഇനി അതിലേക്ക് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ച മസാല കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ എയർ ഫ്രൈ ചെയ്ത ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ ഓയിലിൽ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കുക കേട്ടോ. ഓയിൽ അധികമൊന്നും ആഡ് ചെയ്യേണ്ട. ഈ അടിക്ക് പിടിക്കാതിരിക്കാൻ മാത്രം വേണ്ടിയിട്ട് ഞാനൊരു 1 ടേബിൾ സ്പൂണിൽ മാത്രം ഓയിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തിരിച്ചും മറിച്ചും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്നും കൂടി ഒരു 5-10 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, അപ്പുറം ഇപ്പുറം ഇട്ടിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നല്ലൊരു മണവും ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷിനൊക്കെ നല്ലൊരു മണം ഉണ്ടാവില്ലേ, അത് കിട്ടാനായിട്ട് ചാർക്കോൾ ഒന്ന് ബേൺ ചെയ്യുന്നുണ്ട് ഗീയിൽ വെച്ചിട്ട്. ഓക്കെ. അപ്പം ഞാനിവിടെ ഒരു ഫോയിൽ വെച്ചിട്ടുണ്ട്. ചാർക്കോൾ നല്ലോണം ബേൺ ചെയ്യുന്നു. അതിലേക്ക് കുറച്ചൊരു ഗീ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്മെല്ല്
ഈ ചിക്കനൊക്കെ നല്ലോണം കിട്ടും. അപ്പോൾ ചിക്കൻ ആ സ്മെല്ലൊക്കെ നല്ലോണം വലിച്ചെടുത്ത് നല്ല മണമായിരിക്കും കേട്ടോ ബട്ടർ ചിക്കനിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചാർക്കോൾ ഉണ്ടെങ്കിൽ ആഡ് സാധാരണ കരിക്കട്ട നിങ്ങൾ ചൂടാക്കിയിട്ട് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവൈലബിൾ ആണെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലോണം നമ്മൾ ഒണിയനൊക്കെ നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വെള്ളം കൂടി ഒന്ന് വറ്റി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ആഡ് ചെയ്ത വെള്ളവും കൂടി നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച് ചിക്കൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു ചെറിയ ബോട്ടിൽ ഫ്രഷ് ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം അവൈലബിൾ ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ കേർഡ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ സമയത്ത്. എന്നിട്ട് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് മിൻറ്റ് ലീഫും കൊറിയാൻഡർ ലീഫും, ഞാനൊരു 3 തണ്ട് കൊറിയാൻഡർ ലീഫും 2 മിൻറ്റ് ലീഫും എടുത്തിട്ടുണ്ട്. നല്ലോണം ചോപ്പ് ചെയ്തിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു പൊടിക്ക് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. പഞ്ചസാര കുറയൊന്നും പാടില്ല, ഒരു നുള്ളു പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുക്ക് ചെയ്ത് വെച്ച് റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ബസ്മതി റൈസാണ് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയൊക്കെ എല്ലാ സ്ഥലത്ത് എത്തുന്ന പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഇതിൻ്റെ മേലെ തന്നെ കൊറിയാൻഡർ ലീഫും മിൻറ്റ് ലീഫും കുറച്ച് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കിസ്മസും കാഷ്യൂസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓൾറെഡി ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നെയ്യിലാണ് വറുത്തത്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ മേലെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കുറേ അടിപൊളി വെറൈറ്റി റെസിപ്പീസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാനുള്ള എൻ്റെ മോട്ടിവേഷൻ. അപ്പോൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാനിതിൽ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. റെസ്റ്റോറൻറ്റൊക്കെ കിട്ടുന്ന സമയത്ത് നല്ല റെഡ് കളറായിട്ടും ബട്ടർ ചിക്കൻ ബിരിയാണി ഉണ്ടാവുക. അപ്പോൾ ഞാനിത് വീട്ടിലേക്കായതുകൊണ്ടും മോൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഞാനിതിൽ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബട്ടർ ചിക്കൻ ബിരിയാണി ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, ബൈ. കുക്ക് വിത്ത് ലവ്.